വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത്. അത് പുട്ട്, പലതരം പുട്ടുണ്ട്. അപ്പൊ സേമിയ മസാല പുട്ടാണ്. എന്താണ് അത്? നിങ്ങനെ ടേസ്റ്റ് ഇല്ലെന്നോ? അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. താങ്ക് യു. ഇതുപോലത്തെ വറുത്ത സേമിയ കിട്ടും കടയിൽ, ഇങ്ങനെ ചെറിയ പീസായിട്ടുള്ള തന്നെ. അത് ഒരു 2 കപ്പ് 200 മില്ലിയുടെ 2 കപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വറുത്താണ്, എന്നാലും നമുക്കൊന്ന് വറുക്കണമെന്ന്, എന്നാലും അത് ശരിയാക്കി കിട്ടുക. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് തിളപ്പിക്കണം. ഇത് വേറെ തിളപ്പിക്കുന്ന സമയത്ത് ഈ സേമിയ ഒരു സ്ഥലത്ത് നിന്ന് വറുക്കും വേണം. ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു സ്വല്പം പട്ടിയും കുറച്ച് ചെറിയ ജീരകവും ഉപ്പ് പാകത്തിനിട്ടിട്ട് അതവിടെ തിളപ്പിക്കാൻ വെക്കുക. ഇനി നമുക്ക് ഈ സേമിയ വറുക്കണം. സേമിയ വറുക്കാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ട് വറുക്കുക. വറുത്തിട്ട് ഇങ്ങനെ ഒരു കളറിഷ് വരുന്ന സമയത്ത്, ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് ആ തിളച്ച വെള്ളത്തിലേക്ക് ഉപയോഗിക്കുക. 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം മാത്രം മതി. അതായത് 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് എന്നുള്ള നിലക്ക്. ഇതിപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലിട്ട് വെക്കുക. എന്തിനാണ് പ്ലേറ്റ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് പാത്രത്തിൽ തന്നെ വെച്ചാൽ അങ്ങനെ അതേപോലെ കട്ടായി പോകും. ഇതിങ്ങനെ ഇങ്ങനെ വിടർത്തി വെക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കാറ്റ് കെട്ടി കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ഉണങ്ങി ശരിയായിക്കോളും. അതങ്ങനെയാണ് ഈ ഒരു സേമിയക്കുള്ള പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത മസാല ഉണ്ടാക്കുക. ഒരു 3 പൊട്ടറ്റോ ഇതേ സൈസിൽ ഇങ്ങനെ മുറിച്ചിട്ടത്, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മിക്സിയിൽ അരച്ചതാണ്, 1 പ്ലേറ്റ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, 1 പ്ലേറ്റ് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 പ്ലേറ്റ് മല്ലിയില അതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, ഗരം മസാല, ചെറിയ ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇത് 3ഉം ഓരോ സ്പൂൺ വീതം, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും, ഒരു 2 പച്ചമുളകും. ആദ്യം പൊട്ടറ്റോ ഇതേപോലെ മുറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ വേവിച്ച് ഉടച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. ശേഷം അടുപ്പ് കത്തിച്ചിട്ട്, ഞാൻ ഇതിന് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ചീനച്ചട്ടിയാണ് ഏറ്റവും ഉഷാറ്. സ്വല്പം എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സിയിൽ അരച്ച ഈ ബ്രസ്റ്റ് പീസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ആദ്യം ഹൈ സ്പീഡിൽ വെക്കുക. അങ്ങനെ വെച്ച് കുറച്ച് കഴിയുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരും. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെക്കുക. ആ സമയത്ത് സ്വല്പം ആവശ്യത്തിന് ഉപ്പ് ഇടുക. അങ്ങനെ ഇത് വേവിച്ചെടുക്കുക. പിന്നെ ചെറുതീയിൽ അത് അങ്ങനെ വറ്റിച്ചെടുക്കുക. വെള്ളം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞാൽ ഇത് വെന്തിട്ടുണ്ടാവുന്ന അർത്ഥം. അപ്പോൾ ഇത് സംഭവം റെഡിയായി. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതിൽ ചിലപ്പോൾ ചെറിയൊരു കട്ട പോലെയൊക്കെ ഉണ്ടാവും. ജസ്റ്റ് വേണമെങ്കിൽ കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചിട്ടാൽ ശരിയായി കിട്ടും. ഇതൊരു പ്ലേറ്റ് അവിടെ എടുത്ത് വെക്കുക. ഇതൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇനി മസാല പ്രിപ്പയർ ചെയ്യണം. അതിനൊരു വലിയൊരു കടായി പാത്രം എടുത്തിട്ട് അതിൽ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളെ ഉള്ളി അതിലിട്ടിട്ട് വാട്ടുക. അധികം വാടി വരണമെന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗം എണ്ണയൊക്കെ തട്ടി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതൊരു 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും. ഇത് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചിയും 2 അരച്ചാണ് നല്ലത്. ശേഷം ഈ മസാലപ്പൊടികളൊക്കെ ഇടുക. ഗരം മസാല, കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് എല്ലാതും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ പീസ് വേവിച്ച് വെച്ചിട്ടുള്ള അത് അതിലേക്ക് ഇടുക. ഇങ്ങനെ ചിക്കനാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി അതിലേക്ക് 1 ക്യാപ്സിക്കം അതുപോലെ ചെറുതായി പൊടിയായിട്ട് എരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇടുക. കംപ്ലീറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ശേഷം നമ്മുടെ കിഴങ്ങ് വേവിച്ചത് അത് ഇതിലേക്ക് ഇടുക. കിഴങ്ങ് ഏകദേശം നമ്മുടെ ചിക്കൻ വേവിച്ച അതേ അളവ് മതി. കംപ്ലീറ്റ് എല്ലാ ഭാഗവും മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുക. ശേഷം കുറച്ച് പച്ചമുളക് ഇടുക. പച്ചമുളക് ഇനി അരച്ചതാണെങ്കിൽ അതും കൂടുതൽ ഉത്തമമാണ്. ഇത് കംപ്ലീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മളെ മല്ലിയില ഇട്ടിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ എല്ലാ ഭാഗവും മിക്സ് ചെയ്യുക. ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് 1 പ്ലേറ്റിലേക്ക് വെക്കുക. അപ്പോൾ ഇത് മസാല റെഡി. ഇത് പല ആവശ്യങ്ങൾക്ക് ഈ മസാല നമുക്ക് ഉപയോഗിക്കാം. 2 ഗ്ലാസ് സേമിയ വേവിച്ചാൽ എത്ര ഗ്ലാസ് ഉണ്ടാവും നോക്കാം. അപ്പോൾ 2 ഗ്ലാസ്സായി, 3 ഗ്ലാസ്സായി,
4 ഗ്ലാസ്സായി. അങ്ങനെ 4.5 ഗ്ലാസ് ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് വെക്കുക. ആദ്യം 1 ഗ്ലാസ് മസാല ഇടുക, പിന്നെ വീണ്ടും 2 ഗ്ലാസ് മസാല ഇട്ടിട്ട്, പിന്നെ 1 കപ്പ് ക്യാരറ്റ് ചീകിയത്, അത് പച്ചന്നെ, പിന്നെ 1 കപ്പ് ഇതേപോലെ മല്ലിയില, അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രം. ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുക ഇതിൽ മസാല അങ്ങനെ നമുക്ക് പിടിച്ചിട്ടുണ്ടോ ഇല്ല. ചിലതിൽ മസാല കാണൂല. മസാല കാണുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും നോക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ 1 കപ്പും കൂടി ഇട്ടിട്ടുണ്ട്, ഇളക്കി. അപ്പോൾ അതും മതിയായിട്ടില്ല. അപ്പോൾ 4 കപ്പ് മസാലയും 4.5 കപ്പ് സേമിയാണുള്ളത്. ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് 5 മിനിറ്റ് ചെറിയ ചെറിയ ചൂടാക്കിയിട്ട് കഴിക്കുക. നമ്മൾ തന്നെ ഒരു പുട്ടിൻ്റെ ചെറിയ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യുക, ടൈറ്റാക്കി പ്രസ് ചെയ്യണം. ഞാൻ എന്നിട്ട് കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. കുക്കറിൻ്റെ ടോപ്പിൽ കുടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. നല്ലോണം അങ്ങോട്ട് ജാമാക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരു ഹോൾ ഉണ്ടാവില്ല. ആ ഹോൾ നമ്മൾ കുക്കറിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുത്താൽ മതി. കൈ കൊണ്ടൊക്കെ നല്ലോണം പ്രസ് ചെയ്തിട്ട് അടച്ചിട്ട് കുക്കറിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇപ്പം സാധനം വെന്ത് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് പുറത്തേക്ക് മെല്ലെ തള്ളിയിടുക. അത് പുറത്തേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നുകിൽ നേരത്തെ ചെയ്ത പോലെ അതല്ലെങ്കിൽ ഇതേപോലെ. ഇതിപ്പോൾ ഇപ്പം തന്നെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഇതൊരു ഹാർഡായി കിട്ടുക. കാരണം ഇത് ചൂടോടാകുമ്പോൾ തന്നെ അതങ്ങോട്ട് പൊടിഞ്ഞു പോരും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക നല്ലൊരു വെറൈറ്റി ആയിട്ടാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി സ്നാക്കാണ്. അപ്പം എന്നാൽ ഇതുപോലെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.